ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. മിഷൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഭാഗമായി നടത്തിവരുന്ന കളരി വർക്ക്ഷോപ്പിലേക്ക് എല്ലാ ലീഡേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സുജാത, കുണ്ടുതോട് സ്വദേശിയാണ്. ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 2 മാസത്തിലേറെയായി. ഞാൻ ഇന്ന് സിൽവർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് വെൽഹാർട്ട്. അതായത് 1 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂറും നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴൊക്കെ പ്രവർത്തിക്കുന്നൊരു അവയവമുണ്ട്. അതിൻ്റെ കർമ്മം എന്ന് പറയുന്നത് നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായാണ് തല മുതൽ കാല് വരെയുള്ള അവയവങ്ങളിൽ രക്തം എത്തുന്നത്. ഏതാണ് അവയവം? അതാണ് ഹൃദയം, അതായത് ഹാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നിർത്താതെ പ്രവർത്തിക്കുന്ന ഹൃദയത്തിൻ്റെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കണ്ടേ? വേണം. അതിനായിട്ട് എലമെൻറ്റ്സ് വെൽനസ് കൊണ്ടുവന്ന പ്രോഡക്റ്റാണ് വെൽഹാർട്ട് എന്ന് പറയുന്നത്. വെൽനസ് ഓഫ് ഹാർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, ഹാർട്ടിൻ്റെ പേരിൽ തന്നെയുണ്ട് വെൽനസ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? HEART എന്നാണ്. എന്നാൽ അതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, HART എന്നാണ്. ആൺമാനുകൾക്ക് പറയുന്ന പേരാണിത്. ഈ മാനിൻ്റെ പ്രത്യേകതകൾ എന്താണ്? വളരെ വേഗത്തിലാണിത് സഞ്ചരിക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹാർട്ട് എന്ന് പറയുന്നത്. HART, ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കർമ്മം എന്ന് പറയുന്നത് വേഗത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് സ്ലോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക്, പാരാലൈസിസ് അങ്ങനെ പല അസുഖങ്ങളും മനുഷ്യന് വരും. അതുകൊണ്ട് വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരവയവം അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പേര് തന്നെ നമ്മൾ നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിലും എത്തിക്കുന്നുണ്ട്. അത് രക്തം പമ്പിങ് ഓർഗനായിട്ടാണ് ഇത് ചെയ്യുന്നത്. പമ്പിങ് ഓർഗനാണ് ഇതിൻ്റെ ധർമ്മം. അതായത് രക്തം ശരീരത്തിൽ കൂടി എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ വെയിറ്റ് പുരുഷന്മാർക്ക് 280 to 330 ഗ്രാമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ 230 gram to 80 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ആരോഗ്യത്തോടെ നമ്മുടെ ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ 5 ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഈ 5 ഘടകങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിൽസാണ് വേണ്ടത്. സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിന് കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ശരിയായിട്ടുള്ള രക്തയോട്ടം ഉണ്ടായിരിക്കണം. അതായത് പേശികൾക്ക് എല്ലാം ശരിയായിട്ടുള്ളൊരു രക്തയോട്ടം മസിൽസിനൊക്കെ ഉണ്ടായിരിക്കണം. രക്തയോട്ടം മസിൽസിനൊക്കെ നല്ലോണം പ്രവർത്തിക്കണം. അത് പ്രോപ്പറായിട്ട് നടക്കണം. മസിൽസിലേക്ക് രക്തയോട്ടം എത്തിയില്ലെങ്കിൽ മസിൽ ശോഷിച്ചു പോകും. പ്രോപ്പറായിട്ടുള്ള രക്തയോട്ടം മസിൽസിന് അത്യാവശ്യമാണ്. ഈ രക്തയോട്ടം സർക്കുലേറ്ററി ഓടിക്കൊണ്ടിരിക്കണം. ഇതിനെ കൊഴുപ്പ് അടിഞ്ഞുകൂടി ബ്ലോക്കേജ് ആവാൻ പാടില്ല. അതുപോലെ നമുക്ക് കാമായിട്ടുള്ളൊരു മനസ്സ് വേണം. അതായത് ഇപ്പോൾ പരീക്ഷ ടൈമിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ശരീരം ഇങ്ങനെ ഹാർട്ടിങ് വല്ലാതെ മിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തന്നെ പറയും ഹാർട്ട് ബീപ്പ് എന്തുണ്ട്, മറ്റുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്, അത്ര ശക്തമായിട്ട് അടിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. കാമായിട്ട് കൂളായിട്ടുള്ളൊരു മനസ്സ് വേണം. പിന്നെ നമുക്ക് പല കാര്യത്തിനും ടെൻഷനാണ്, അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ മറ്റൊന്ന് വെച്ചാൽ അടിഞ്ഞുകൂടലുകൾ ഉണ്ടാവരുത്. അതായത് കൊഴുപ്പ്, ചീത്ത കൊളസ്ട്രോള് എന്നിവയുടെ അളവ് നോർമലായിരിക്കണം. അതുപോലെ പ്ലേറ്റ്ലേറ്റുകൾ അത് കൃത്യമായിരിക്കണം.
ഒന്നും നമ്മുടെ ശരീരത്തിൽ വന്ന് അടിഞ്ഞുകൂടാൻ പാടില്ല. പ്ലേറ്റ്ലെറ്റുകൾ രക്തക്കുഴലിൽ കൂടിയാൽ രക്തം എന്താവില്ല, പ്രോപ്പറായിട്ട് രക്തക്കുഴലിൽ കൂടി പോവില്ല, അത് ബ്ലോക്കാവും, രക്തക്കുഴൽ ബ്ലോക്കായി പോകും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ബ്ലോക്കായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ബ്ലോക്കുകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വേണം, നമുക്ക് ഇലാസ്റ്റികത അത് വേണം. നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും രക്തക്കുഴലുകൾ ഒരുപോലെയല്ല. അതായത് നമ്മുടെ ലോകത്തുള്ള എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഒരേപോലെയുള്ള രക്തക്കുഴലുകളല്ല. പിന്നെ ബ്രിട്ടീഷുകാരുടെ രക്തക്കുഴലിനെ അപേക്ഷിച്ച് ഇന്ത്യക്കാരുടെ രക്തക്കുഴൽ കുറച്ച് ചുരുങ്ങിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാർക്ക് അറ്റാക്കുകൾ വേഗത്തിൽ വരുന്നത്. ചുരുങ്ങിയ രക്തക്കുഴലിലൂടെ രക്തത്തിൻ്റെ ഒഴുക്ക് സാവധാനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഹൃദയത്തിന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു മനുഷ്യന് 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ഉള്ളത്. 1 ആർട്ടറി, 2 വെയിൽസ്, 3 കാപ്പിലറീസ്. അങ്ങനെ 3 തരം രക്തക്കുഴലുകളാണ് ഉള്ളത്. ആർട്ടറീസ് ഹൃദയത്തിൽ നിന്ന് രക്തം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാണ് ആർട്ടറീസിൻ്റെ ധർമ്മം. രണ്ടാമത്തെ വെയിൽസ് ബാക്കിയുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. വെയിൽസിൻ്റെ ധർമ്മം ബാക്കിയുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. പിന്നെ കാപ്പിലറീസ്, ഇവ തമ്മിലുള്ള കണക്ഷനാണ് കാപ്പിലറീസിൻ്റെ ധർമ്മം. അതായത് ആർട്ടറീസിൻ്റെയും വെയിൽസിൻ്റെയും തമ്മിലുള്ള കണക്ഷനാണ് കാപ്പിലറീസിൻ്റെ ധർമ്മം. ഇത് 3 കൃത്യമായി ഫങ്ഷൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ നടക്കുന്നു. അതായത് നല്ല ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കണം. അതായത് ശരീരത്തിൽ നീർക്കെട്ടില്ലാതിരിക്കണം. അതുപോലെ തന്നെ ഹൃദയത്തിന് 3 കവറിംഗ് ആണ് ഉള്ളത്. പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം എന്നിങ്ങനെ 3 കവറിംഗ് ആണുള്ളത്. പെരികാർഡിയം എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിംഗ് ആണ്. പെരികാർഡിയം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിംഗ് ആണ്. ഈ മയോകാർഡിയം എന്ന് വെച്ചാൽ മിഡിലായിട്ടുള്ള കവറിംഗ് ആണ്. പിന്നെ എൻഡോകാർഡിയം എന്ന് വെച്ചാൽ ഏറ്റവും അകത്തുള്ള കവറിംഗ് ആണ്. ഹാർട്ടിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഇതിൽ എന്തൊക്കെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്നത് നോക്കാം. നീർമരുത് ആയുർവേദത്തിൽ ഹൃദ്യം എന്നാണ് പറയുന്നത്. അതായത് ഡയറക്റ്റ് അതിൻ്റെ ആക്ഷൻ ഹൃദയത്തിലാണ് ചെല്ലുന്നത്. പിന്നെ ഉലുവ, അത് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നിവയുടെ അളവിനെ നോർമലായി കൊണ്ടുപോകുന്നു. പിന്നെ പുഷ്കരമൂലം, ഇത് ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ ശതാവരി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിറ്റാമൃത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറസിൽ നിന്ന് ഇൻഫെക്ഷൻ ഹൃദയത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിറ്റാമൃത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഹൃദയത്തിൽ ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ: നമ്മുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രക്തക്കുഴലിൻ്റെ കട്ടി കൂടുന്നതിൽ നിന്നും ഈ പ്രൊഡക്റ്റ് കുറച്ച് കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റ് രക്തക്കുഴലിൻ്റെ കട്ടി കൂടുന്നതിൽ നിന്നും ആ കട്ടി കുറച്ച് കൊണ്ടുവരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട്. ഇത് ആർക്കൊക്കെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. കൊളസ്ട്രോൾ ചെറിയ രീതിയിൽ വർധനമുള്ള ആൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിന് ശേഷം 1 മാസം അവരുടെ LDL എങ്ങനെയുണ്ട് നോക്കണം. അതിനെ ഡോക്ടറെ കാണിക്കണം. അതിന് ശേഷം LDL എങ്ങനെയുണ്ടെന്ന് നോക്കണം. വീണ്ടും ഇത് കഴിച്ചിട്ട് കൂടുകയാണെങ്കിൽ
നമ്മുടെ വെൽഹാർട്ട് കഴിച്ചിട്ട് കൂടുകയാണെങ്കിൽ വീണ്ടും ഇത് തന്നെ നിർദ്ദേശിക്കരുത്. അവർ ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ആർക്ക് കൊടുക്കരുത് എന്നുള്ളത്. പരമാവധി ബ്ലോക്ക് ഒഴിവാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. അതുപോലെ തന്നെ ബ്ലോക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഈ വെൽഹാർട്ട് മാത്രം കൊടുക്കുന്നത് നല്ലതല്ല. അതേ സ്ഥാനത്ത് ബ്ലോക്ക് വന്ന ഒരാൾക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം അവർ കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വെൽഹാർട്ടും കൂടി കൊടുക്കാം. അല്ലാതെ നമ്മുടെ വെൽഹാർട്ട് മാത്രം കഴിക്കാനായിട്ട് ഒരാളോട് നിർദ്ദേശിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഈ ഡോക്ടർ നിർദ്ദേശിച്ച ആസ്പിരിൻ കഴിക്കുന്ന ആൾക്ക് അത് നിർത്തിക്കൊണ്ട് നമ്മുടെ വെൽഹാർട്ട് കഴിക്കാൻ പറയരുത്. ആസ്പിരിൻ ബ്ലോക്ക് ക്ലോട്ടാകാതിരിക്കാൻ കഴിക്കുന്ന ഒരു മരുന്നാണ്. വെൽഹാർട്ട് നമ്മുടെ ഹൃദയത്തിന് സംരക്ഷണം തരുന്ന ഒരു വളരെ നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമുക്കിപ്പം കൊറോണ പോലെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാവരും തന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ അതിന് ശേഷമാണ് ഒരുപാട് അറ്റാക്കുകൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ആൾക്ക് ഇതുകൊണ്ട് വളരെ ഗുണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കിതപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ് ഇത് കൊടുക്കുന്നതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ധൈര്യപൂർവ്വം സപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവ് ഇത്രയൊക്കെയുള്ളൂ വെൽഹാർട്ടിനെ പറ്റിയിട്ട്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.